amigos. പാട്ടും കേട്ട് ഞങ്ങൾ എങ്ങോട്ടാണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇന്ന് ഞങ്ങളുടെ പരിപാടി ഒരു യാത്രയാണ്. ആ യാത്രയിലിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര. അതെ, സസ്പെൻസ് ആണ് ഇന്നത്തെ യാത്രയുടെ ലൊക്കേഷൻ. അങ്ങനെ ഞങ്ങൾ കൊല്ലത്തെത്തി. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. പക്ഷേ തിരിച്ച് ഞങ്ങൾ ഈ മഴയത്തോടെ എങ്ങനെ ഞങ്ങളുടെ ഇല്ലത്തെത്തുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പഴയ കിസ് സീക്രട്ട് ഓഫ് റാഞ്ചി വേണോ? ഈ കാണുന്ന അമ്പലം ഞങ്ങൾ പോകുന്ന വഴിക്കൊപ്പം ഇതിന്റെ ഭംഗി കണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തതാ. ഇതിന്റെ എക്സാക്ട് ലൊക്കേഷനോ പേരോ ഒന്നും ഞങ്ങൾക്ക് വലിയ ജില്ലയാന്ന് പോലും ഞങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. ഞങ്ങളുടെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇത് പത്തനംതിട്ടയിലുള്ള ഏതോ അമ്പലമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ഗജരാജനെ കണ്ടു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്, ആലപ്പുഴ. തിരുവനന്തപുരംകാർക്ക് ആലപ്പുഴയിൽ എന്ത് കാര്യം എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? കാര്യമുണ്ടല്ലോ, ആലപ്പുഴയിലാണല്ലോ നമ്മുടെ ഗരുഡാകരി ഉള്ളത്. നിങ്ങൾ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഗരുഡാകരി ഷാപ്പിന്റെ മുന്നിലുള്ള ആ ഒരു മനോഹരമായ ഏരിയയാണ്. ചുറ്റും വെള്ളവും താറാവുകളും പിന്നെ അവിടെ ഇവിടെ ഒതുക്കിയിട്ടിരിക്കുന്ന വള്ളവും ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്. പക്ഷേ ആംബിയൻസ് ഒക്കെ സൂപ്പറാ. പക്ഷെ ഇവിടെ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ ഒരു പ്രധാന പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മൾ ചെന്നത് റെയിനി സീസൺ ആണെന്ന് തോന്നുന്നു. നമ്മൾ പോയപ്പോൾ മഴ പെയ്തില്ലായിരുന്നെങ്കിലും നമ്മൾ വണ്ടി ഒതുക്കാൻ പോയടുത്ത് റോഡിലൊക്കെ നല്ലപോലെ വെള്ളം കെട്ടി കിടപ്പുണ്ടായിരുന്നു. ചെളിയും ഇട്ടുകൊണ്ടുപോയ പാൻറ്റൊക്കെ ആണെങ്കിൽ മൊത്തത്തിൽ നനഞ്ഞ് പിന്നെ കാറി കയറിയപ്പോൾ അതൊരു ഇത് തന്നെയായിരുന്നു. എന്തൊക്കെയാണെങ്കിലും എനിക്ക് കേരളത്തിലുള്ളതിൽ ആലപ്പുഴ ജില്ല എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഈ പറയുന്ന ഈ കായലും വെള്ളവും ഹൗസ് ബോട്ടും ഒക്കെയുള്ള ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് അല്ലേ. പിന്നെ ആലപ്പുഴയിലാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് കിട്ടുക, കരിമീൻ. അതുകൊണ്ടാണ് എനിക്ക് ഇതിനോടൊരു പ്രത്യേക ഒരു ലവ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ട് കിടക്കായിരുന്നു. നമ്മൾ ഇന്ന് മാറി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോ ആലപ്പുഴയിലാണുള്ളത്. ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇവിടെ ഇപ്പൊ മഴയൊക്കെ പെയ്തിട്ട് റോഡിൽ വരെ വെള്ളമായിരിക്കും. നമ്മൾ അറിഞ്ഞില്ല. പിന്നെ ഇപ്പം ഫുഡ് കഴിക്കാൻ പോകണം. മെയിനായിട്ട് ആ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ അല്ലെങ്കിലും പൊതുവെ അൺഎക്സ്പെക്ടഡ് ട്രിപ്പിന്റെ ആൾക്കാരാണ്. രാവിലെ 8 മണിക്കാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഞാൻ ഉറക്കടിച്ചപ്പോ 9 മണി 10 മണിയപ്പോൾ ഞങ്ങൾ തിരിച്ചു. 2 മണിയപ്പോൾ ആലപ്പുഴ എത്തി. എല്ലാവർക്കും അറിയുന്ന ഒരു ഷാപ്പാണ് ഗരുഡാഗിരി ഷാപ്പ് ആലപ്പുഴ. അപ്പം അങ്ങനെ ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ നല്ല തിരക്കാണ്. ഇപ്പം സൺഡേ ആണെന്ന്, അപ്പോൾ നല്ല തിരക്കുണ്ട്. ഫുഡിന് വേണ്ടി ഓർഡർ എടുക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് നമ്മൾ. ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രിപ്പാണ്. എല്ലാവർക്കും പ്ലാനൊന്നുമില്ല. അങ്ങനെ ഒരു ഞായറാഴ്ച കിട്ടിയതുകൊണ്ടും ചുമ്മാ ഇരുന്നതുകൊണ്ട് വന്നതാ. ഇവിടുത്തെ ഫുഡ് നല്ലതാ. മുന്നേ നമ്മൾ വന്നപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ മെയിൻ ഉദ്ദേശം ഇവിടെ വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളെ ഷോർട്സ് മാത്രം കണ്ട് നിങ്ങൾ വെറുപ്പിച്ചാൽ പോരല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു ലോങ് വീഡിയോ എടുത്ത് വെറുപ്പിക്കണ്ടേ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടേക്കൊന്ന് ട്രാവൽ ചെയ്യാം. ഒന്ന് വീട്ടിൽ നിന്നൊക്കെ ഇതിൽ നിന്നൊക്കെ മാറി ജസ്റ്റ് ഒന്ന് ഒരു 1 day ട്രിപ്പ് അല്ലേ. ഞങ്ങൾ കണ്ണോട് നിങ്ങൾക്ക് റൊമാൻസ് കാണിക്കില്ല ഗൈസ്. കഴിക്കാൻ എന്ത് വേണം എന്നുള്ള ഫുൾ കൺഫ്യൂഷനിലാണ് ഇരിക്കുന്ന. കരിമീൻ പറയോ, ക്രാബ് പറയോ, എന്ത് കൊഞ്ച് പറയോ, വേറെന്ത് പറയും, കപ്പ വേണോ, കള്ളപ്പം വേണോ, അങ്ങനെ ഫുൾ കൺഫ്യൂഷനിൽ ആഫ്റ്റർ എ ലോട്ട് ഓഫ് ഡിസ്കഷൻസ് നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു. കാത്തിരുന്ന് ഓർഡർ കൊടുത്തിട്ട് ഇതുവരെ ഫുഡ് വന്നില്ല ഗൈസ്. ഞങ്ങൾ അവിടെ നിന്ന് നക്ഷത്രം എണ്ണുമായിരുന്നു. ലാസ്റ്റ് ആയപ്പോഴത്തേനും വിശപ്പിന്റെ നെല്ലിപ്പലക കടന്നപ്പോൾ ഫുഡ് എത്തി. ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത ആദ്യത്തെ സെറ്റ്. കരിമീന്, കള്ളപ്പം, അങ്ങനെ എന്തൊക്കെയോ. പിന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അൺബോക്സിംഗ് ഓഫ് ദ കരിമീൻ പൊള്ളിച്ചതാണ്.
പ്രൊഫഷണൽ അൺബോക്സിങ്. ഗൈസ്, വീഡിയോയിൽ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഭംഗി നോക്കാൻ നിന്നില്ല, നന്നായിട്ടും കഴിച്ചു. കാരണം നന്നായിട്ട് വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞത് കപ്പ പറഞ്ഞു, കള്ളപ്പം പറഞ്ഞു, നാടൻ കോഴി, പോർക്ക്, ക്രാബ്, കരിമീൻ പൊള്ളിച്ചത്, കൊഞ്ച്. കപ്പയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കഴിച്ചിട്ട് വരാവേ. ആക്രാന്തം കൊണ്ട് മുഖത്ത് പോലും നോക്കാതിരുന്ന് ഫുഡ് കഴിക്കുവാണ് മീനാക്ഷി. ആക്രാന്തം അല്ല ഗൈസ്, എറിഞ്ഞിട്ട് മൂക്കുന്ന കണ്ണുന്നൊക്കെ വെള്ളം വരുന്നത്. മീനാക്ഷി ആദ്യത്തെ സെറ്റ് ഫുഡ് തികയാത്തോണ്ട് രണ്ടാമത്തെ സെറ്റായിട്ട് കപ്പയും കക്കയുമാണ് ഞങ്ങൾ പറഞ്ഞത്. അതും തികയാഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ബീഫും പറഞ്ഞു ഗൈസ്, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറഞ്ഞു. അമ്പാടിക്കുട്ടന് ബീഫ് ഓർഡർ ചെയ്തേക്കുവാണ്. ഇഷ്ടപ്പെട്ടു. Now is the time for reviewing the bill. Yes. Yes. ഇതില് നമുക്ക് റേറ്റ് കൂടുതലായത്, ഞങ്ങൾ ഒരു കരിമീൻ പൊള്ളിച്ചത് വാങ്ങിയായിരുന്നേ, അതിന് 450. ക്രാബ് റോസ്റ്റ് 420. പിന്നെ 3 സെറ്റ് കപ്പ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, 126 പെർ പ്ലേറ്റ് 42 റുപ്പീസ് വെച്ചിട്ട്. ചെമ്മീന് 367 രൂപ 50 പൈസ. പിന്നെന്താ, വലിയ നമ്മൾ ഇത്ര ഓർഡർ ചെയ്തതിന് വലിയ റേറ്റ് അല്ല അല്ലേ? കുഴപ്പമില്ല. ടോട്ടൽ അങ്ങനെ 2786 രൂപയ്ക്ക് ഞങ്ങൾ കഴിച്ചു. 30 പൈസ പിന്നെ GST ഒരു 30 പൈസ അവർ നമുക്ക് റിഡക്ഷൻ ചെയ്ത് 2786 ആക്കി തന്നു. യൂട്യൂബേഴ്സ് ആണെന്ന് 30 രൂപയല്ലേ 30 പൈസ. അത് പിന്നെ നമുക്കുണ്ടല്ലോ ഇവിടെ ഞങ്ങൾക്ക് ഹട്ട് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്നിരുന്നപ്പോൾ ഉണ്ടല്ലോ ലാസ്റ്റ് നിന്ന് നമുക്ക് ഹട്ട് നമ്പർ 1 ആണ് കിട്ടിയത്. എന്താ ഇതിന്റെ സ്ഥലം വരുന്നത് കിടങ്ങര, കുട്ടനാട്. കുട്ടനാട്, ആലപ്പി കുട്ടനാട്. ഈ ഹോട്ടലിന്റെ എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്ക്, വായിക്ക്. ചക്കുളത്ത് കവർ റോഡ്, കുട്ടനാട്, ആലപ്പി. കിടങ്ങര റോഡ്, കിടങ്ങര, ചക്കുളത്ത് കവർ റോഡ്, ഗരുഡാഗിരി റെസ്റ്റോറന്റ്. പാമ്പ് ചത്തതാണെന്ന് തോന്നുന്നു, ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് വീഡിയോയിൽ കമന്റ് ചെയ്യണം. അടിയിൽ തലയുണ്ട്, ചെത്തുപോയി. ഗൈസ്, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ തിരിച്ചു പോകാൻ നിൽക്കുവാണ്. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ തിരക്ക് ഇപ്പോൾ ഇല്ല. എങ്കിലും ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചുറ്റുമുള്ള പ്രകൃതി ഭംഗിയൊക്കെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒന്നുകൂടെ ആസ്വദിക്കുവാണ്. ഇനി എന്നാണ് ആലപ്പുഴയിലേക്ക് വരിക എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. ഫുഡ് കഴിക്കാൻ വേണ്ടി ട്രിവാൻഡ്രത്തുനിന്ന് ആലപ്പുഴയിലോട്ട് പോയതൊരു സാഹസികത തന്നെയാണ്. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. വളരെ നല്ലൊരു മെമ്മറി ആയിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വയറൊക്കെ നിറഞ്ഞ് പൊട്ടാൻ പാകത്തിനായിട്ടിരിക്കുകയാണ്. ഇപ്പൊ തിരിച്ച് വീട്ടിലോട്ട് യാത്ര തിരിച്ചിരിക്കുന്നു. A journey of 3 hours and 41 minutes എന്നാണ് ഗൂഗിൾ മാപ്പ് ഞങ്ങളോട് പറഞ്ഞത്. ഗൂഗിൾ ആൻറ്റി അമ്മേ. താറാവിനെ കണ്ടപ്പം താറാവിനെ പോലെ വെള്ളത്തിലിറങ്ങാൻ വേണ്ടി കാർ നിർത്തിയിട്ട് ഒരുത്തി ചാടി ഇറങ്ങിയിട്ടുണ്ട്. അവളുടെ കുറേ കോമഡി സീൻസാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. പാലം കണ്ടപ്പം പാലത്തിലൂടെയൊക്കെ വാ, ഡൊണാൾഡ് ഡക്കിനെ പോലെ ഡങ് 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 എന്ന് നടന്നു വരികയാണ് ലേ മീനു. അത്രേ ഉള്ളൂ, സിമ്പിൾ. A few moments later. ഉണ്ണി വാവാ പൊന്നുണ്ണി വാവാ
വെള്ളത്തിലിറങ്ങി നീന്തി പഠിച്ച് ക്ഷീണം മാറ്റാൻ ഉണ്ണിക്കുട്ടി കാറി കിടന്ന് ഉറങ്ങുകയാണ് ഗൈസ്. ഉറക്കത്തിന്റെ ആഘാതം മൂലം അവളെ വായ്ക്കകത്ത് ഞാൻ ക്യാമറ കൊണ്ട് വച്ചിട്ട് പോലും അവൾ അറിഞ്ഞില്ല. കുറച്ചു നേരം അവൾ ഉറങ്ങും, കുറച്ചു നേരം ഉണ്ണിക്കുട്ടി എണീറ്റിരിക്കും. അങ്ങനെ ഉണ്ണിക്കുട്ടി കുറേ നേരം വണ്ടിയിലിരുന്ന് സമയം കളഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കൊല്ലത്തെത്തി. കൊല്ലം എത്തിയപ്പോഴത്തേക്കും നിങ്ങൾക്ക് കൊല്ലത്തിന്റെ ഒരു ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഒരു സ്ഥലം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ജടായുപ്പാറ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല, പക്ഷെ റോഡിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ജടായുപ്പാറ നല്ല ക്ലിയർലി നമുക്ക് എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റും. അതിന്റെ വിഷ്വൽസ് ആണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ക്ഷീണം മാറ്റാനായിട്ട് ചായ കുടിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തി. അതിനോട് ചേർന്നുള്ള ഒരു പ്ലാൻ നഴ്സറിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമുക്ക് നല്ല ക്ഷീണമായി. അതിൻ്റെ ബാക്കി വീഡിയോസ് ഒന്നും നമുക്ക് പിന്നെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി കിടന്നുറങ്ങിയാണ് ചെയ്തത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ മീൻസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതുതായിട്ട് കാണുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ഇനിയുള്ള ജേർണിയിൽ നിങ്ങൾക്ക് കൂടെ പാട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സോ ഗൈസ്, ഈ വീഡിയോ കണ്ടവർക്കും കാണാത്തവർക്കും വളരെ കിട്ടും നന്ദി.